എന്താ? എനിക്ക് ഇപ്പൊ ഒരു ഡോണറ്റ് ഉണ്ടാക്കി തരുമോ? അതെന്താ ഇപ്പൊ ഡോണറ്റ് കഴിക്കാൻ അത്ര പൂതി? അത് ഞാൻ യൂട്യൂബിൽ ഒരു കുട്ടി ഡോണറ്റ് കഴിക്കണം. അത് ശരി. എന്നാ അമ്മ പോയിട്ട് വേഗം പോയിട്ട് ഡോണറ്റ് ഉണ്ടാക്കി തരാം കേട്ടോ. ലാമിക്കും വേണോ? എന്നാ 2 പേർക്കും. ഇതും കണ്ടോ? എന്നാ അമ്മ വേഗം പോയിട്ട് 2 പേർക്കും ഡോണറ്റ് ഉണ്ടാക്കി തരാം കേട്ടോ. കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ എങ്ങനെ എളുപ്പത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ഡോണറ്റ്സ് ഉണ്ടാക്കാമെന്നതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് 2 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യുക. ഇനി ബട്ടർ ഇല്ലാത്തവർ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാവുന്നതാണ്. ശേഷം ഒരു മുട്ട ഇതിലേക്ക് ആഡ് ചെയ്യുക. അടുത്തതായിട്ട് ഡയറക്റ്റായിട്ട് തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള 1/2 കപ്പ് പാല് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് പഞ്ചസാരയാണ് ഇതിലേക്ക് വേണ്ടത്. ഞാൻ 3 ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പഞ്ചസാരയും കൂടിയും ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റിന് പകരം വലിയ തരികളുള്ള ഈസ്റ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇളം ചൂടുള്ള 1/2 കപ്പ് പാലിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്തിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് അത് ഒഴിക്കാൻ പറ്റുള്ളൂ. ഞാനിതിലേക്ക് കുറേശ്ശെ മിൽക്ക് ഒഴിച്ചിട്ടാണ് ഇതുപോലെ ഡോ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ടോ അല്ലെങ്കിൽ റാപ്പർ വെച്ചിട്ടോ ഇതൊന്ന് കവർ ചെയ്യാവുന്നതാണ്. ഇനി 2 മണിക്കൂറിന് ശേഷം ഇത് തുറക്കുമ്പം ഇത് ഡബിളായിട്ടുണ്ടാവും. ഇതിലെ എയറൊക്കെ കൈ ഉപയോഗിച്ചിട്ട് ഇതേപോലെ കളയുക. എന്നിട്ട് ഒരു കൗണ്ടർ ടോപ്പിൽ അല്പം മാത്രം മൈദ എടുത്താൽ മതി. ഇത് കുഴച്ചെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് മൈദ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് അല്പസമയം മാത്രം സോഫ്റ്റ് ആകുന്നത് വരെ ഒരു 5 മിനിറ്റ് മതിയാകും. 5 മിനിറ്റ് വരെ ഇതൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് സോഫ്റ്റ് ആയതിന് ശേഷം നമുക്ക് എത്ര ഡോണറ്റാണോ വേണ്ടത് അതനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 8 പീസാണ് ഡോണറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഓരോന്നും ഉരുളകളാക്കി മാറ്റി വെച്ചിട്ട് അതിലൊന്നെടുത്ത് ഷേപ്പ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഷേപ്പ് ചെയ്യാൻ ഒരു ഗ്ലാസ്സാണ് എടുക്കുന്നത്. ഇത് അതേപോലെ പ്രസ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് ഒരു നല്ലൊരു ഷേപ്പ് കിട്ടും. ഒരു ഹോളിൻ്റെ സെൻറ്റർ ഭാഗത്ത് അടപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ പ്രസ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. ഇനി ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുത്തിട്ട് ഒരു ബട്ടർ പേപ്പർ വിരിച്ച പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത പ്ലേറ്റിലേക്കോ ഇത് മാറ്റിയിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ടോ അല്ലെങ്കിൽ വ്രാപ്പറോ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ട് എടുക്കാം. ഇതായിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാതും ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഓരോ ഡോണറ്റ് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ ഫ്ലെയിമാണ്. ഫ്ലെയിം ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഫ്ലെയിം കൂടിപ്പോയാൽ അഥവാ ചൂട് കൂടിപ്പോയാൽ ഇത് പെട്ടെന്ന് ഇതിൻ്റെ പുറം ഭാഗം കരിഞ്ഞു പോകും. ഉൾഭാഗം കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ട് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡിപ്പ് ചെയ്യാനുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ ചോക്ലേറ്റ്സോ ഒന്നുമില്ലായിരുന്നു. മക്കൾ ചോദിച്ചപ്പം പെട്ടെന്ന് ഞാൻ കയ്യിലുള്ള സാധനം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ചോക്ലേറ്റ്സ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ അത് പീസാക്കി ഇട്ടിട്ട് അതിന് താഴെ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം വെച്ചിട്ട് അതിന് മേലെ ഈ പാത്രം വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഏകദേശം നല്ല ക്രീമി ആയി വരുമ്പം അതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് സാധാരണ നമ്മൾ ഡോണറ്റ്സ് ഉണ്ടാക്കാറുള്ളത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മിൽക്ക് മെയ്ഡും പിന്നെ ജാമുമാണ്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് കുട്ടികളെ പറ്റിക്കാൻ പോകുന്നത്. ഞാൻ അതിൽ ഡിപ്പ് ചെയ്തിട്ട് അതിന് മുകളിൽ നട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിലിത് ഡിപ്പ് ചെയ്തിട്ട് മുകളിൽ ഷുഗർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡോണറ്റ്സ് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് അവരുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടെ
നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്